ഹായ് എവരി വൺ, മൈ നെയിം ഈസ് ഹക്കീം മുഹമ്മദ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രോഡ് ക്യാമ്പിലെ 7th വീക്കിലെ ടാസ്ക് എക്സ്പ്ലനേഷൻസ് ആണ്. സോ ബ്രോഡ് ക്യാമ്പിലെ 7th വീക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഫസ്റ്റ് വീക്കാണ്. നമ്മളെ പ്രൊജക്റ്റിൻ്റെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീക്കാണ് 7th വീക്ക് എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ്ലി മറ്റ് വീക്കുകളെ അപേക്ഷിച്ച് 7th വീക്ക് കുറച്ച് സിമ്പിളായിരിക്കും. അതുപോലെ തന്നെ ഇനി 7th വീക്ക് തൊട്ട് നമുക്ക് റിവ്യൂ ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടാവുക. ഈ വീക്കിലെ ടെക്നിക്കൽ ടാസ്ക് പരിശോധിക്കുകയാണെങ്കിൽ കാര്യമായിട്ട് വരുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ വെബ് ആപ്പിന് വേണ്ടിയ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുക, അതുപോലെ ഫിഗ്മയെ വെച്ച് ഞാൻ പ്രോട്ടോടൈപ്പ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ അതിനുശേഷം നമ്മുടെ API ഡോക്യുമെൻറ്റേഷൻ, അതുപോലെ തന്നെ ഡാറ്റാബേസ് ഡിസൈനിങ് ആണ്. പിന്നെ നമ്മുടെ പ്രൊജക്റ്റിനെ ഓരോ മൊഡ്യൂളുകളായിട്ട് തിരിച്ചിട്ട് അതിന് വേണ്ടി ടൈം അതൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്കായിട്ട് വരുന്നത്. ഫസ്റ്റ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പ്രോട്ടോടൈപ്പാണ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫിഗ്മയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫിഗ്മ യൂസ് ചെയ്തിട്ട് നമ്മുടെ വെബിൽ ഏതെല്ലാം പേജുകൾ വേണമെന്നുള്ളതൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ അഡ്മിൻ സൈഡും യൂസർ സൈഡും ഒരുപോലെ ഡിസൈൻ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ പേജിൽ വരുന്ന ഫങ്ഷനാലിറ്റികളൊക്കെ എന്ത് ചെയ്യാം, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ലൈക്ക് ഇപ്പോൾ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നേരം ലോഗിൻ പേജിലേക്ക് പോകണം എന്നുള്ളതൊക്കെ നമ്മൾ പ്രോട്ടോടൈപ്പ് ഉപയോഗിച്ച് നമുക്ക് ഫിഗ്മയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഫിഗ്മയിൽ നമ്മൾ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്ലിപ്കാർട്ടോ ആമസോൺ പോലുള്ള ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ചൂസ് ചെയ്തിട്ട് അതിൽ ഏതെല്ലാം പേജുകളുണ്ടോ ആ പേജുകളൊക്കെ നമ്മുടെ ഫിഗ്മ ഡിസൈനിങ്ങിൽ ഉൾപ്പെടുത്തുക. പ്രോട്ടോടൈപ്പ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ API ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ വെബ് ആപ്ലിക്കേഷനായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ URLസും APIസും ഡിഫൈൻ ചെയ്യുക. ആ ഡിഫൈൻ ചെയ്തൊക്കെ APIൻ്റെ ബോഡിയിൽ ഡാറ്റ എന്തെങ്കിലും ഉണ്ടോയെന്നോ, അതുപോലെ തന്നെ അത് ഏത് HTTP മെത്തേഡാണ് നമ്മൾ ആ URLന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നൊക്കെ വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്യുക എന്നതാണ് API ഡോക്യുമെൻറ്റേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന APIയിൽ request.params അല്ലെങ്കിൽ കുറയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്ത് നമ്മളെ വ്യക്തമാക്കി URL ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള, അതിൻ്റെ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് API ഡോക്യുമെൻറ്റേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 3 ടാസ്കുകളാണ് നമുക്ക് 7th വീക്കിൽ കാര്യമായിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതെല്ലാം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഞാൻ ഫോളോ ചെയ്തതെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് റെഫർ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പോൾ ഫിഗ്മയാണ് ടൂൾ ഉപയോഗിച്ച് ഞാൻ പ്രോട്ടോടൈപ്പ് പേജൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഫിഗ്മയാണ് ഉപയോഗിച്ചത്. ദെൻ API ഡോക്യുമെൻറ്റേഷൻ ചെയ്യേണ്ടത് പോസ്റ്റ്മാൻ വെച്ചിട്ടാണ്. പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ API ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എറേസർ എന്ന് പറഞ്ഞ ടൂൾ വെച്ചിട്ടാണ് ഡാറ്റാബേസ് ഞാൻ ഡിസൈൻ ചെയ്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ ഹോം പേജിൽ എന്തായിരിക്കണം, ആ ലാൻഡിങ് പേജിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു URL വേണം. ആ URL എന്ത് ചെയ്യുക, അതേ ടൈമിൽ എന്ത് ചെയ്യുക, നമ്മൾ API ഡോക്യുമെൻറ്റേഷനിൽ അത് ഗെറ്റ് മെത്തേഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഗെറ്റ് മെത്തേഡിൽ ആ URL ഡിഫൈൻ ചെയ്ത് വെക്കുക. ദെൻ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കളക്ഷൻസ് നമുക്ക് ആവശ്യമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഈ കളക്ഷൻസ് നമുക്ക് വേണമെന്നുള്ളത് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അപ്പോൾ അങ്ങനെ ഓരോ പേജിൻ്റെ ഒപ്പം 3 കൂടി പാരലായിട്ട് കൊണ്ടുപോയാൽ നമ്മളെ പേജിനനുസരിച്ചുള്ള URLസും ഉണ്ടാവും, അതിന് വേണ്ടിയ കളക്ഷൻസും നമ്മൾ എടുത്തിട്ടുണ്ടാവും. മറ്റത് നമ്മൾ വേറെ ചെയ്യുന്നേരം ചിലപ്പോൾ മിസ്മാച്ച് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ കളക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നേരം നമ്മൾ വിട്ടുപോകാതെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് വാലറ്റ്, അതുപോലെ തന്നെ ആഡ് ടു കാർട്ട്, വിഷ് ലിസ്റ്റ്. ഈ കാര്യങ്ങളൊക്കെ കളക്ഷനിൽ നിർബന്ധമായിട്ട് വരണം. അതുപോലെ തന്നെ പോസ്റ്റ് മെത്തേഡ്, ഗെറ്റ് മെത്തേഡ് മാത്രം ഉപയോഗിച്ച് ആവരുത് നമ്മുടെ API ഡോക്യുമെൻറ്റേഷൻ. അതിൽ പുട്ട് ഉപയോഗിക്കേണ്ടടുത്ത് പുട്ട് ഉപയോഗിക്കുക, അതുപോലെ ഡിലീറ്റ് വേണ്ടിയെടുത്ത് ഡിലീറ്റ് ഉപയോഗിക്കുക. ആ രൂപത്തിൽ വ്യക്തമാക്കിയിട്ട് നമ്മൾ API ഡോക്യുമെൻറ്റേഷനും സെറ്റ് ചെയ്യാം. ഇങ്ങനെ 3 കൂടി പാരലാക്കി കൊണ്ടുപോയാൽ നമുക്ക് ഈ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രാച്ചിൽ തന്നെ ചെയ്ത് തുടങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ടെംപ്ലേറ്റ് യൂസ് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും എങ്ങനെ വർക്ക് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ എൻ്റെ ഒപ്പം പഠിക്കുന്ന കുറച്ച് സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്ത ഒരു 3 ടെംപ്ലേറ്റും അതിൽ ഡിസൈനിങ് ഉണ്ടാവും, അതുപോലെ തന്നെ ഡോക്യുമെൻറ്റേഷൻ API ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാവും, ഡാറ്റാബേസ് കളക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇത് 3
ഇതുപോലത്തെ 3 എണ്ണം ഉണ്ടാവും. അത് 3 ഞാൻ ഇതിനോടൊപ്പം ഷെയർ ചെയ്തതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് അതിൽ റെഫർ ചെയ്ത് എടുത്ത് ഞാൻ നിങ്ങളുടെ പേജിൽ ആഡ് ചെയ്യാം. നിങ്ങളുടെ കളക്ഷൻസൊക്കെ എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ കിട്ടും. അത് കംപ്ലീറ്റ് അത് തന്നെ ചെയ്യണമെന്നല്ല, അതിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അതിൽ യൂസ് ചെയ്തിട്ട് ആ ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം വെബ്സൈറ്റിന് വേണ്ടി കാര്യങ്ങൾ അതിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്ത വീഡിയോസും കാര്യങ്ങളും അതിൻ്റെ ലിങ്കും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. പോസ്റ്റ്മാൻ യൂസ് ചെയ്ത് ഞാൻ API ഡോക്യുമെൻറ്റേഷനുള്ള വീഡിയോ എനിക്ക് പ്രോപ്പറായിട്ടൊരു വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ തൽക്കാലം ഞാൻ റെക്കോർഡ് ചെയ്തൊരു ജസ്റ്റ് ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ഐഡിയ കിട്ടും, ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് കിട്ടും. എങ്ങനെ പോസ്റ്റ്മാനിൽ നമുക്കൊരു API ഡോക്യുമെൻ്റ് ചെയ്യുക, അതിൻ്റെ URLും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാനുള്ള ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിനോടൊപ്പം കൊടുക്കുന്നതായിരിക്കും. സോ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. പിന്നെ ഒരു ചെറിയ അപ്ഡേറ്റ് ഉള്ളത്, ഇനി മുതൽ വീക്ക്ലി വീഡിയോ ഉണ്ടാവില്ല. അതായത് 12th വീക്ക് വരെ, ബിക്കോസ് 7th മുതൽ 12th വീക്ക് വരെ പ്രൊജക്റ്റ് വീക്ക് ആയതുകൊണ്ട് ഒരുപാട് അപ്ഡേറ്റുകളൊന്നും വരാനുണ്ടാവില്ല. ഓൾമോസ്റ്റ് ടൈം കോഡ് ചെയ്യൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഒരുപാട് അപ്ഡേറ്റുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 12th വീക്ക് കഴിഞ്ഞിട്ട് വീണ്ടും കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ